പ്രൊഫസർ സംസാരിക്കട്ടെ ലിയോ ലിയോ ഇടിക്കലടാ പതി അതെ ഇത് ഇതൊക്കെ ഇണക്കാം ഇതിനെ പെഡിഗിരി വാങ്ങാം ഇണക്കാം പെഡിഗിരി എടുത്ത് ഹലോ ബ്രോ കുറച്ച് പെഡിഗ്രി എടുക്കട്ടെ ഹലോ ട്രെയിൻ ഇതൊക്കെ ട്രെയിൻ ചെയ്യാം ഇതിനെ നമുക്ക് ഹലോ എടാ ശ്രദ്ധിക്കണേ ചങ്ങല പൊട്ടിക്ക് കത്തുവെച്ച് ചങ്ങല ഉണ്ട് ഇപ്പോഴും ഇതിനെ ഞാൻ പറഞ്ഞു 2 ദിവസം കണ്ടില്ല പൊട്ടിച്ച് വന്നതാണ്. ഞാൻ പറയട്ടെ എല്ലായിടത്തും ഇനി കേറാനുള്ളടത്തെല്ലാം കേറാൻ പറഞ്ഞേക്കെ. പേര് പറയണ്ട പട്ടീന്ന് വിളിച്ചേട്ടാ. അതാരാ പേരേന്ന് അടിക്കുന്നേ? ഒന്ന് നോക്കിയേക്കെ ഓക്കെ ഗ്രൂപ്പ് നോക്കിയേക്കണേ. സോറി വണ്ടി നമ്മളല്ല ഗ്രൂപ്പ് ഇങ്ങനെ നിന്നെ പഠിപ്പിച്ചിക്കണേ ബൈക്കൊക്കെ ഷെയ്ക്കാ കൊല്ലു ആൾക്കാരെ കത്തല് ബീലുണ്ടോടാ 23 ഇവിടുന്ന് മാറിയില്ല ഇവിടുന്ന് മാറും ഇവിടുന്ന് മാറുന്ന ഇച്ചിരി മൊത്തത്തിലുണ്ട് ചാറ്റിലൊക്കെ ഉണ്ടോ പിന്നെ റീഡിൽ ആരേലേ കീ ബൈൻഡ് ഉണ്ടെങ്കിൽ എനിക്ക് പുറത്തയച്ചു മറ്റേ ബൈൻഡ് സ്പേസ് ആ സാധനം എടാ മറ്റേ ഇതിലുണ്ടോ നമ്മുടെ കമാൻഡ്സിന്റെ മറ്റേ ചാനലുണ്ട് കമാൻഡ്സിന്റെ ചാനൽ കിടപ്പുണ്ട് നോക്കിയാൽ മതി ആ മുകളില് അതെ ഇവിടെ 2 ബോഡി ഉണ്ടായിരുന്നല്ലോ ഒരു ബോഡി ഇവിടെ 2 ബോഡി ഇവിടെ ഉണ്ട് ഇല്ല സിറ്റുവേഷൻ ആയോ ബ്രോ ഇവിടെ കൊണയായി അടിച്ചിട്ടുണ്ട് ബാക്കി നോക്കട്ടെ ആ കത്തി ഡ്രസ്സും പാന്റൊക്കെ ഊരിട്ട് ഇവിടെ മറ്റേ ഇത് പേരെന്താ അംബാനിയോ അല്ലല്ല നീ ഫസ്റ്റ് പറഞ്ഞു അംബാനിയാണോ അല്ല ഈ ഇതിന്റെ കൂടെ ഉള്ളതാണോടാ ഇത് ഈ മഞ്ഞോടി പേരെന്താ അവനെയും പറയാൻ ചെയ്യാൻ പറഞ്ഞു അവനെ ലീഡറാണോ ഏത് ഗ്യാങ്ങടെ ലീഡറാ അവനെന്താ വരാത്ത നീ എവിടെ പോകുന്നു നീ ഇങ്ങോട്ടൊന്നും ഇവിടെ നീ ഇവിടെ ഒന്നില്ല നീ ഹലോ
എന്തിനാടാ പറ്റില്ല ബാക്കി പറഞ്ഞുതരാട്ടാ അവന്മാർക്ക് ഈ വണ്ടിയുടെ മണ്ടയിൽ ഒരു വട്ടം ജോണിയും പറഞ്ഞില്ലേ ഹലോ ബ്രോ എടാ ഹലോ സംസാരിക്കുന്നുണ്ട്. ഹലോ, പേരെന്താ എന്റെ പേര് അമ്പൻ. അനങ്ങിക്കോ മനസ്സിലായി അനങ്ങിക്കോ ഇനി അനങ്ങിക്കോ എല്ലാരും വരില്ല. ഇനിയിപ്പോ ഒരു 19 എവിടെങ്കിലും പെട്ടി പിടിച്ച് വരും. ബ്രോ ഉണ്ട് അറിയാ അനങ്ങിക്കോ. ഓസ്കാർ വരാ വേണമെങ്കിൽ ഓസ്കാർ തരാം ബ്രോ. ബ്രോ സൂപ്പർ എക്സലന്റ് ഓസ്കാർ മൈമിന് തരാം. ഒന്ന് സ്പ്ലിറ്റ് ചെയ്യുന്നു കേട്ടോ, ഒന്ന് സ്പ്ലിറ്റ് ചെയ്യുന്നു. ഒരു മിനിറ്റ് എടാ, ഈ ബിൽഡിങ്ങിന്റെ മുകളിലൊക്കെ കയറാൻ പറ്റില്ലേ? 2-3 അണ്ണ വാർന്ന് ഓസൈറ്റ് വാർന്ന് കേട്ടാ. വാർന്ന് കരച്ചിലാണേ. മാറിക്കങ്ങോട്ട് അപ്പുറത്തേലി അമര അത് പോയി ഞാൻ എടുക്കണോ? അല്ലല്ല ഞാൻ വേണമെങ്കിൽ എടുത്തിട്ട് വരാം. എടാ നമ്മുടെ ഉണ്ടല്ലോ, നമ്മുടെ ഓൾറെഡി അതിന് പറയണ്ടല്ലോ. അടുത്തെടുത്ത് ഒന്ന് ഡീൽ ചെയ്തു. ഞാൻ എടുക്കണമെങ്കിൽ എടുക്കാം. ഞാനൊന്ന് ഒരു റൗണ്ട് എടുക്കാം. വെയിറ്റ്. ഓക്കെ പുള്ളി കത്തിയാലും അതാരി കത്തി ഇവിടെ സിറ്റി ഹോൾഡ് ഒന്നാണ്. പോടാണ്ട് സിറ്റി ഹോൾഡ് കൊറേ കത്തി നിൽക്കുക ഡ്രാഗാ. സത്യം 26 വീല ഒരു ഹേലി വാറും തൊലിയൊന്നല്ലേ ഇത് ഇതല്ലേ? എടാ ഇവർ അനങ്ങുന്നുണ്ടോ? എന്റെ ഒരു പ്രതിമ. അയ്യോ അവരൊക്കെ പറഞ്ഞ ഇവിടേക്കാ തൊലി. എടത് എന്ത് തൊലിഞ്ഞ വീലടാ. അയ്യോ അതുകൂടി അറിയാൻ പെട്ടത്. ഭയോടാ ഭയം. എടാ തിരിച്ച് കേറോ കേറുവര്. എവിടെ പോയിട്ട് ഒന്നുകൂടി സൂക്ഷിച്ച് വണ്ടി എടുക്കണം, അല്ലെങ്കിൽ ആരും എടുത്ത MR മറ്റൊരു പേരെന്താ വീട്ടിലെ പേര്? പറയട്ടെ, ടൈമില് വെൽക്കം ടു സ്ട്രീം. നമസ്കാരം. എടാ മറ്റേ ഓസ് എടുത്താരടാ? അൾട്രോണേ അമ്പാന അമ്പിക്ക. എന്താ പറയണ്ടേ? അമ്പാനൊക്കെ എന്താ പറയാ? റാംബോ ലീഡർ ആരാ? അമ്പനല്ലേ? അമ്പം കഴിവരേ? ആ ഓക്കെ.
വലിയ FPS ഒന്നും ഇല്ല കേട്ടോ എനിക്ക്. ഒരു ഫുണ്ട തന്നെയല്ലേ അവൻ. ഞാൻ ലൈവിലേവാ അവൻ ലൈവ് കിടന്ന് മാത്രം കൊണ്ടുള്ളല്ലേ. ഓ കൊടുക്കാം. ഒരു ഇട്ടതാടാ. ആ തീട്ടത്തിന് വിട്ടേക്ക്. ഡിമ അടിക്കാൻ പിടിച്ചിട്ട് ഫാർപ്പ് വലിക്കാൻ നിൽക്കുക. ശരി എനിക്ക് 2 അവസരം തന്നെ. ഓ 2 കക്കൂസ് ഉണ്ട്. അഭിമോനെ എനിക്കൊന്ന് കാണാനുണ്ട്. പാടുവിടുവല്ലോ. എടാ ഒരുമിച്ച് തള്ളക്കടിക്കല്ലോ. എടാ അമ്പാരെ മോനെ കേക്കാവോ നിനക്ക്? നീ നിന്റെ റേഡിയോയിലൊന്നും ഇരിക്കേ. നിന്റെ റേഡിയോയിലൊന്നും ഇവനെ കൊടുക്കുമ്പോഴേ നിന്റെ റേഡിയോയിലാണ് കയറിയേ. ഓടിച്ചായിരുന്നു അപ്പാരും ചോദിക്കാൻ വന്നില്ല. അതും കൂടി മരണം വരുമ്പോഴേ ഓർത്തുക മർത്തിയാ നീ കേട്ടല്ലോ. നിന്റെ റേഡിയോ ആരെങ്കിലും കൂടെ കൊണ്ടുപോവാ കേട്ടോ. ഞാൻ തന്നെയല്ലേ കയറിയത്? അതെ അത് അതിനകത്ത് ആരൊക്കെയുണ്ട്? അതിനകത്ത് ഇപ്പം ചാപ്സ്, അലക്സ്, ജെ ഷെയ്ക്ക്. ഇതിനകത്ത് ആ റേഡിയോക്കത്തെന്ന് പറ. എടാ അമ്പി ഷെയ്ക്ക് നിനക്ക് ഒരു നാണം ഉണ്ടോ ചോദിച്ചേക്ക്. നിനക്ക് അങ്ങനെ തന്നെ അമ്പി ഷെയ്ക്ക് നിനക്ക് നാണം ഉണ്ടോ ചോദിച്ചേ. ചോദിക്കാനൊരു രീതി ഉണ്ടല്ലോ. ഹലോ പറഞ്ഞു പറയരുത്. നിനക്കറിയാലോ ഒന്നോട് ചോദിക്കേ. ഷൗട്ടിയടാ നീ. അല്ല നിനക്ക് നാണുണ്ടോ? ഹലോ അഭിഷേക്ക് നാണം ഉണ്ടോ? എടാ സിർലാക്ക് തരാം നിനക്ക്. ടർഫ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. ഇത് അവരുടെ അനുവാദം ഉണ്ടെങ്കിൽ ഒരു പ്രശ്നമില്ല. അതറിയോ? അതാണ് പിന്നെ സെർലാക്ക് സെർലാക്ക് കൊടുക്കും ഞങ്ങൾക്ക്. ടർഫ് ഹോൾഡ് ചെയ്തിരിക്കുന്നവരുടെ അനുവാദം ഉണ്ടെങ്കിൽ വലിയ ചെയ്യുന്നില്ല ബ്രോ. നമുക്കറിയാം. അഭിനയിക്കേണ്ടത് ടിവിക്ക് കുഴപ്പമില്ലെങ്കിലും ഈളത്തിന് താഴ്ത്തുന്നത് പറയാൻ നിൽക്കണ്ട. ഞാൻ പറയുന്ന സെന്റൻസ് നീ ഇവിടെ നിൽക്കും. മനസ്സിലായ? അങ്ങോട്ട് പേപ്പട്ടി റാംബോ റേഡിയോ ഉണ്ടോ? കക്കൂസിനകത്തുണ്ട്. കൈയിട്ടെടുത്ത് തലേ വെച്ചിട്ട് മക്കളെ പറഞ്ഞ പോലെ പറഞ്ഞു കൊടുക്ക. റേഡിയോ കൊടുക്കും. റേഡിയോ പറഞ്ഞു ഞാൻ പറഞ്ഞ ടൂണില് നീ കേട്ടെ ടൂൺ പിടിച്ച് പറഞ്ഞതാണോ? ഞാൻ പറഞ്ഞുതരാം. എടാ പേപ്പട്ടി റാംബോ നാണയില്ലാത്തവനെ. എടാ പേപ്പട്ടി റാംബോ നാണയില്ലാത്തവനെ. എടാ കറക്റ്റ് ടൂണ് ഇല്ലെങ്കിൽ നിന്നെ വിടില്ല. കറക്റ്റ് ടൂണി തന്നെ. എടാ പേപ്പട്ടി റാംബോ നാണയില്ലാത്തവനെ. എടാ പേപ്പട്ടി റാംബോ അടിച്ചു പോയത് നിനക്കെന്നാടാ പേടിയില്ലടാ പൊട്ടാന്ന് ചോദിക്കും. 4-5 പേര് കണ്ണേം ചെയ്യുമ്പോ പേടിയില്ലടാ പൊട്ടാന്ന് ചോദിക്കും. നീ നിനക്കെന്നാടാ പേടിയില്ലേടാ പൊട്ട. അവനെന്ന് പുറത്തിറങ്ങി സാഗർ മക്കളെ നിന്റെ തുണി എടുക്കുന്ന ചടങ്ങ്. ബ്രോ ഈ ഔട്ട്ഫിറ്റ് ബാഗിൽ നിന്ന് ഡ്രസ് എടുത്തിട്ട് മക്കളെ കേക്കണ്ടോ? ഞാൻ ഒരു കാര്യം നീ ഇത് കഴിഞ്ഞിട്ട് റേഡിയോയില് പറയണേ. തൂറാത്തവൻ തൂറുമ്പോ തീട്ടം കൊണ്ടാറാട്ട് കേട്ടോ. പറയണേ. നീ ഇങ്ങനെ പറയണം.
വാസ്കോ സാഗർ സാത്താൻ ഈ 3 പേര് അവനോട് മറ്റേ ഇത് ചെയ്യാൻ വേണ്ടിട്ട് സംസാരിക്കാൻ നിങ്ങൾ ഇനി ആ ആൾക്കാർ വിളിക്കാം മോനെ. ഒരു മിനിറ്റ് രണ്ട് വർത്താനം പറയണേ. കേൾക്കുന്നുണ്ടോ? ആ നിക്കറ കൂര്. ആ നീ പറയണില്ലേ വാസ്കോ ഒരു മിനിറ്റ്, വാസ്കോ ഒരു കാര്യം പറയട്ടെ. എടാ റേഡിയോ പറ. എടാ അംബിഷേക്ക് തൂറാത്തവൻ തൂറുമ്പോ തീട്ടം കൊണ്ട് ആറാട്ടായി കഴിഞ്ഞ 3 ദിവസം പറ. എന്താ കേട്ടില്ല ഒന്നുകൂടെ പറയോ? തൂറാത്തവൻ തൂറിയപ്പോ തീട്ടം കൊണ്ട് ആറാട്ടല്ലാർന്നോടായി കഴിഞ്ഞ 3 ദിവസം റേഡിയോ പറ. അംബിഷേക്ക് തൂറാത്തവൻ തൂറുമ്പോ തീട്ടം കൊണ്ട് ആറാട്ടല്ലായിരുന്നടാ ഈ 3 ദിവസം. അങ്കമാടിയില് മറ്റേ പാട്ട് പഠിപ്പിക്കാൻ കൊണ്ടോന്നല്ല പിന്നെ പൊട്ടനാണോ നീ? ഒരു കാര്യം ചോദിക്കാറിയാമല്ലോ, ഒരാളുടെ അടുത്ത് ഇങ്ങനെ അയക്കണേ. അയ്യോ സാറേ എന്റെ പേര് ജോസഫ് തിരുവിള. അങ്ങനെയാണ് സംസാരിക്കുന്നത്. നിനക്ക് ഇങ്ങനെയൊന്നും അല്ലാതെ നിന്റെ താളം റേഡിയോയില് നാടൻ പട്ടിക്ക് ഷൂസ് ഇട്ട റാമ്പ് ഉണ്ടോ? നാടൻ പട്ടിക്ക് ഷൂസ് ഇട്ട റാമ്പ് ഉണ്ടോ? ചേട്ടാ കിട്ടിയില്ലേ? പിന്നെ നീല്ലേ നീ അമ്പി പിള്ളേർക്ക് ഡൗട്ട് ഉണ്ട്. ടർഫിന്റെ ശരിയൊക്കെ പറഞ്ഞിരിക്കുന്ന ടീമാ. ചെറിയൊരു സംഭവം ഉണ്ട് നന്ന്. എങ്ങനെ നിനക്ക് ഓർമ്മല്ല അത്? അതാ വാണം മാക്കല്ലടാ. വാണം ബാക്ക് ഞാൻ കാണിച്ചുതരാം. തൂറാത്തവൻ തൂറിയപ്പോ തീട്ടം കൊണ്ട് ആറാട്ടായിരുന്നേ. എങ്ങനെ മച്ചാനെ ഇങ്ങനെയാണ് ഇരുന്നേന്നെ മുന്നില്. മുത്തേ ഓർമ്മണ്ടടാ? അറിയോ? അറിയാം പറഞ്ഞോ. ആ അല്ല എന്നാ നമ്മൾ അന്വേഷിച്ചൊക്കെ കേട്ട് എന്ത് പറ്റി? ഞാൻ അന്വേഷിച്ചില്ലല്ലോ. ഗാങ്ങുള്ളവര് കൂടുള്ളവര് അന്വേഷിച്ചൊക്കെ കേട്ടായിരുന്നു കുറച്ച് ദിവസം മുന്നേ. ഇന്ന് അന്വേഷിച്ചിരുന്നോ? അത് നമുക്ക് കുഴപ്പമില്ല. പിന്നെ ആർക്കും എടാ റാമ്പോ പട്ടിയോടെ ചങ്ങല ഊരിപ്പോയോ? എടാ അവന്റെ പേരെന്താ? അമ്പാനോ? എടാ അമ്പിപ്രോ ചങ്ങലൊക്കെ നോക്കണ്ടടാ, ഓടിപ്പോവില്ല അത്. ആ ചങ്ങല കൂടിയുള്ളടാ. പിന്നെ മെയിൻ വാണുണ്ടല്ലോ രാജുബോയ്. ആ വാണം എടാ ഉളുപ്പുണ്ടടാ. സ്വന്തം ഗാങ്ങത്തെ ആൾക്കാരെ അടിച്ചത് ബാക്കപ്പ് അടിച്ചിടാൻ പോലും അവിടെ വന്നില്ല. നമ്മളൊരു മണിക്കൂർ നമ്മളവിടെ വന്ന് രാജു തിന്നാണല്ലേ. മൊയില് നമ്മളെ പോലെ ചോദിച്ചാലൊന്നും ഇവര് അങ്ങനെ വരുന്നില്ല. അമ്പാരെ നീ അന്ന് എന്നെ ഹോസ്റ്റ് എടുത്തന്ന് നീ ഉണ്ടേന്നോ? ഉണ്ടായിരുന്നില്ല. നീ അന്ന് ചോദിച്ചു സാഗറിനെ ചോദിച്ചിട്ടാണ്. സാഗർ അന്ന് നിങ്ങളെ കൂട്ടത്തിൽ പറഞ്ഞെന്ന് വെച്ചാല് നിങ്ങളെ കൂട്ടത്തിൽ ഒരാളോടെ പ്രശ്നമുള്ളത് സാഗറിനോടാണ് പറഞ്ഞത്. നിന്റെ കൂട്ടത്തിലുള്ളവർക്ക് അത് പറഞ്ഞേക്ക്. ഒരു മിനിറ്റ് അളിയ, നിന്റെ ഷട്ടിപ്പുറത്ത് ഓടിച്ചാണോ നിന്റെ പ്രശ്നം? അയ്യോ സോറി നിൽക്കാൻ പറ്റത്തില്ല. ഗ്യാങ് ഹൗസിലോട്ട് പോണേ. ചോദിച്ചാൽ ആളില്ലെങ്കിൽ എന്താ എല്ലാം കൂടി എന്റെ നെഞ്ചത്തെ ഒരു വീഡിയോ അവിടെ ഇടിക്കല ഇനി വീഡിയോ ഇനി വീഡിയോ എനിക്ക് വരാൻ എല്ലാവരും ഇറങ്ങിട്ടോ. ഇനിയിപ്പോ ഞാൻ കിക്കാവും. ഓക്കെ ഞാൻ പൊരിയോ? ഇനിയുണ്ട് ആള്, അകത്താളുണ്ട്. വരട്ടെ അവര് വരും.
എടാ ഹിറ്റ്മാൻ കത്തിപ്പോയോ? എടാ ഇവിടെ നിക്ക, ഇവിടെ നിക്ക ഹിറ്റ്മാൻ കത്തിപ്പോ ഇവിടെ നിക്കണേ. എനിക്ക് വയ്യ വീഡിയോ കേൾക്കാൻ. പതിയെ കൊണ്ടു എടാ അവനിട്രാ. ക്യാരി ചെയ്യേണ്ട, വണ്ടിയുടെ ഉള്ളിൽ കേറി ഇരിക്കാൻ പറ. ഒരാൾ കേറിയിട്ട് ഞാൻ ഒരു കാര്യം പറയാം, കത്തിപ്പോയാലും നോക്കാൻ നിൽക്കാതെ അവനെ കൊണ്ടുപോ. വണ്ടി കിട്ടും. അവനോട് വണ്ടിയെ കേറാൻ പറ. ഞാൻ ഒരു കാര്യം പറയാം, റേഡിയോ പറഞ്ഞ അമറല്ലേ. രണ്ടാമത്തെ കാര്യം, ഇവിടെ ആരും നിക്കണ്ട. ഇവിടെ ബാറ്റ്മാൻ നിക്കുന്നുണ്ട്, ഹിറ്റ്മാൻ ഡ്രാഗണെ ബാക്കിയുള്ളവരല്ലേ ഇവിടുന്ന് പോയി പറയാ പോവാ. എങ്ങനെ കൊഴിഞ്ഞു പോയാലേ എടുത്തോളാമല്ലോ. നെറ്റ് പോകുന്നു പറഞ്ഞായിരുന്നു നേരത്തെ, അതായിരിക്കും. റാംബോ ചങ്ങല ശരിയാക്കാൻ പോയി കാണാം, പൊട്ടിയ ചങ്ങല. ഇല്ല കുഴപ്പമില്ല. ഓക്കെ വേറെ ആളാണ്. കത്തിയാലോ എല്ലാവരുടെ ഗ്രൂപ്പ് ഒക്കെ പറയും. റെഡി പറ ഞാൻ ഒഴിവാക്കിയല്ലേ. ഇവിടുന്ന് മാറി എന്താ പറയാനെന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ഓക്കെ മേടിച്ച് പുറത്താവണ്ട. എന്താ പറഞ്ഞ എടാ? ഓക്കെ എന്താ പറഞ്ഞ അമ്മായി പറഞ്ഞ ശ്രദ്ധിക്കും. എന്താ അവിടെ പറഞ്ഞ പബ്ലിക് ഏരിയ ടിവിന്റെ ടർഫല്ലേ പ്രശ്നം? നമ്മള് ചെയ്തുള്ളത് അത് തിരിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്കത് അവിടെ തന്നെ കൊണ്ടുപോയി ചെയ്യിപ്പിക്കാന്നുള്ളത്. അവിടെ എന്തായാലും കുരിഞ്ഞ് നക്കി. ഇനി നമുക്ക് ഇനി ഇവിടെ ബാക്കി വിടാം. ഞാൻ വരുന്നുണ്ട് കത്തി. ഞാൻ മറ്റേ വീഡിയോ കിക്കായത് എന്തെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാൽ തരാം, സീനൊന്നുമില്ല. എന്തായാലും അതുവരെ നടക്കണ്ട, നീ വെറുതെ നടക്കണ്ട. അഭിഷേക് എന്ന് പറഞ്ഞോ ഇത്ര ടോണില്ലല്ലോ, ഒരു ടോണിലേക്ക് പറ നീ. അംബിഷേക് പട്ടിറാമ്പോ ഒരു ഗുണമില്ലാത്ത രാജുപോയി, അവനും കൂടി പറഞ്ഞു. കക്കൂസ് അംഗീകരിക്കും പോയിട്ട് കമന്നിരുന്നേ ഉമ്പൻ ബ്രോ കക്കൂസ് അംഗീകരിക്കും വന്ന പറഞ്ഞൊക്കെ ചെയ്തു. എല്ലാരും കിടന്ന് സംസാരിക്കാൻ നിൽക്കരുത്. 3 പേര് എന്നെ എന്തൊരു സൗണ്ട് കേൾക്കണ്ടോ? ഓക്കെ പാട്ടേക്കണ്ടോ? കേക്കല്ലേ? എന്തോ മടക്കുന്നുണ്ടല്ലോ ഞാൻ, എന്തോ മടക്കുന്നുണ്ടല്ലോ. നമുക്ക് BGM ഓക്കെ എൻജോയ് ചെയ്തോ. ഓക്കെ സൗണ്ട് സൗണ്ട് ബോർഡ് ഇടാൻ പറ്റില്ലെന്നുണ്ടോ?
എടാ 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 അതുപോലെ തന്നെ ഫയർമാനും ഇട്. ബാക്കി കളിക്കുക നിനക്കത് MRC-യുടെ ഒരു മിനിറ്റ് ആ എടാ കഴുകട 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 സെന്റ് ഫുഡ് വാട്ടർ ഉണ്ടോ? ഒന്ന് വെയിറ്റ് ചെയ്യോ, സംസാരിക്കണം. ഞങ്ങൾ അഡ്മിനോട് ചോദിച്ചായിരുന്നു ഓൾഡ് റിലീസ് Hold ആണോ? POV ഉണ്ട്. അഡ്മിനോട് ചോദിച്ചു POV ഉണ്ട്. അല്ല ഒരു മിനിറ്റ് ഓക്കെ ഒരു മിനിറ്റ് ഞങ്ങള് ഹോസ്റ്റേജ് എടുക്കുന്നതിന് മുന്നേ അഡ്മിനോട് ചോദിച്ചു ഞങ്ങൾ സിറ്റുവേഷൻ കണ്ടിന്യൂ ചെയ്യാണ് കാരണം ബാക്കിയുള്ള അനൗൺസ്മെന്റ് റെഡി എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ ചെയ്തോട്ടെ എന്ന് വെച്ചപ്പോ അത് ചെയ്യാൻ പറഞ്ഞു, കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞിട്ട് POV ഉണ്ട് എന്റെ അഡ്മിൻ പറഞ്ഞു നിങ്ങളോട്. അഡ്മിൻ പറഞ്ഞു ഞാൻ ഹെൽപ്പ് ഉണ്ടായിരുന്നു. പറഞ്ഞതറിയാവോ? അതറിയത്തില്ല നമുക്ക് നമ്മള് വാണിംഗ് ഫയർ എടുത്തേക്ക് അവൻ നേരെ മേച്ച് ഫയർ ചെയ്യുന്ന അവരങ്ങോട്ട് ഫയർ ചെയ്തുള്ളത്. അവരാണ് ഫയർ ചെയ്ത് അവരിങ്ങോട്ട് ഫയർ ചെയ്തത് മാത്രല്ല അനൗൺസ്മെന്റും വന്നായിരുന്നു എല്ലാം ഓൺ ഹോൾഡ് ലിഫ്റ്റ് ചെയ്തെന്ന് പറഞ്ഞു. നമ്മൾ ഹോസ്റ്റേജ് എടുത്തു. എന്നിട്ട് ഹോസ്റ്റേജ് എടുത്ത് എന്നെ പ്രശ്നം എടാ ഹോൾഡ് കേട്ടോ. ഹോൾഡാന്ന് തോന്നുന്നു. ഫുഡ് വെള്ളമൊക്കെ ഫുള്ളല്ലേ? ഹെൽത്ത് നീ പേടിച്ച് പാടാ. MRC-യുടെ സൈഡിൽ നിന്ന് ഹെൽപ്പ് വന്നിരിക്കുന്നത് ഇവര് PVP ഹോൾ ഇട്ട ടൈമിലാണ് ഹോസ്റ്റേജ് എടുത്തത് എന്നാണ് പറഞ്ഞിട്ടാണ് ടിക്കറ്റ് വന്നിരിക്കുന്നത്. ഓക്കെ, ഇപ്പോഴാണ് ഷെയ്ക്ക് കിട്ടുന്നാണ് പറഞ്ഞത്. ഇവരോട് എൻക്വയറി ചെയ്തപ്പോ ഇവര് പറയുന്നത് അതായത് അഡ്മിനോട് ചോദിച്ചപ്പോൾ ഹോൾഡല്ല സിറ്റുവേഷൻ കണ്ടിന്യൂ ചെയ്തോളൂ എന്ന് പറഞ്ഞു. രണ്ടാമത്തെ സിനാരിയോ ഹോൾഡാണെങ്കിൽ തന്നെ ഇവര് വാണിംഗ് ഫയർ കൊടുത്തപ്പോ പുള്ളിയാണ് വെടിവെച്ചത് എന്നാണ് പറയുന്നത്. ഓക്കെ, നിങ്ങളുടെ POV ഞാൻ വരാം. സോ ഹോസ്റ്റേജ് ഫയർ ചെയ്തിട്ടുണ്ടെങ്കിൽ സിറ്റുവേഷൻ കണ്ടിന്യൂ ആയി പോകും. നമ്മളെ മറ്റേ ഇവിടെ ഫുള്ള് PL കയറിയ സമയത്താണ് മൊത്തം സിറ്റുവേഷൻസ് ഹോൾഡ് ചെയ്തിട്ടുണ്ടായത്. നോക്കട്ടെ. അത് അങ്ങനെ അല്ല, കാരണം ഇവരെ റേഡിയോയിൽ ഒന്നും കൊടുത്തില്ല. നമ്മൾ അടിച്ചിട്ട് കാര്യം നമ്മളെ MRC ഹോസ്റ്റേജ് ഇട്ടപ്പോ കുറച്ച് നേരത്തെയാണ് ടൈം കാര്യങ്ങളൊക്കെ നോക്കാം. ഹെൽപ്പ് ഇടാൻ വേണ്ടിയിട്ട് വെളിയിലുള്ള നോളജ് ആണെങ്കിൽ അവർക്ക് ഹെൽപ്പ് ഇടാം. സിറ്റുവേഷന്റെ തുടക്കമുള്ള ഒരു VC വാടാ. ഇപ്പൊ ഹോൾഡ് അല്ലേ സിറ്റുവേഷൻ? കനലൊന്ന് കൂട്ടിയിട്ടേ പൊരിക്കൽ നിന്നോടും കൂടെ പറയുന്നത് സാഗറെ കനല് കുറച്ച് കൂട്ടിട്ടോ പൊരിക്ക. കുഞ്ഞാപ്പ് പോയി മറ്റേ മൃഗശാപം കിട്ടുന്നതാണ്. ഇപ്പഴാണ് ശരിയായ കർമ്മ ആയത് കേട്ടാ, ശരിയായ കർമ്മ. അവന് ഓർത്തില്ല ഇത്രയൊക്കെ വരുമെന്ന്. നമ്മുടെ അയ്യോ പോയോ? അല്ല അവര് സിറ്റുവേഷൻ ഉള്ളവർ സംസാരിക്കട്ടെ. അവരുടെ ടയർ തേഞ്ഞ് തീർന്ന് പുതിയ ടയർ വന്നില്ല പറഞ്ഞ അവര് സിറ്റുവേഷൻ എടുക്കല്ലേ? കണ്ടോ? 12 കുടുംബശ്രീ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എടാ സ്വന്തം ഗാങ് ലീഡറിനെ അടിച്ചിട്ടുണ്ട്, പട്ടിയെ കൊല്ലം കുഴിപ്പിച്ചിട്ട് പോലും ഇതേപോലെ പോയി ഇതാവുന്നു. ഒരു ബാക്കപ്പ് ഒന്നും അടിക്കാതെ ഞായറാഴ്ചയാണ് അവിടെ വരുന്നൊന്നും നോക്കണ്ട. ഞായറാഴ്ച ആയിട്ട് നാളെ ക്ലാസ് ഒന്നും ഇല്ലല്ലോ. അതൊക്കെ എന്ത് ഞാൻ അല്ല മറ്റേ ഞാൻ എന്നെ ഇവിടെ പറയുന്ന വെച്ചാല് കുറച്ച് ഓവറലായിരുന്നു.
നമ്മുടെ അവന് കൊടുക്കില്ല, എനിക്ക് അറിഞ്ഞേ. അത് പുതിയ സിറ്റുവേഷൻ ഒരു കാര്യം പറയട്ടെ, വാസ്കോനെ അടുത്ത് എങ്ങനെ ഫ്രണ്ട്ലി നിന്ന് പുള്ള് അമ്പി കളിച്ചിട്ടല്ലേ എടുത്തത് വാസ്കോനെ? കുതികാല് വെട്ടിട്ടല്ലേ ഹോസ്റ്റ് നമ്മുടെ കൂടെ സിറ്റിയിൽ എത്ര പേരുണ്ടായിരുന്നു അത്രയും പേര് പോയി അടിച്ച് കൂട്ടിനുള്ളിൽ മറ്റേ ഒളിച്ചിരുന്നിട്ടില്ല. വലിയ ഡ്രൈവേഴ്സോ ഐറ്റിയിൽ ആരും ഇല്ലാണ്ടുള്ളവരെ വെച്ച് പോയി അടിച്ചേക്കണം, അതറിയോ? നിന്റെ ധൈര്യം അക്സെപ്റ്റ് ചെയ്തു, പക്ഷെ എടാ ഇവന്മാര് ഞാൻ പറഞ്ഞ ഇവന്മാര് അവിടെ പോയി വലിച്ചൂരി നമ്മുടെ ചാറ്റിൽ വരുന്നതിന് വരെ അവിടെ പോയിട്ട് പറ, ഒന്ന് അടിക്കുന്നു പറ, ധൈര്യം ആ സമയത്ത് അവിടെ പോയി വരാം. അവിടെ പോയി ലീഡറെ തൊട്ടന്മാരെ വെറുതെ വിടരുതെന്ന് പറ അവിടെ പോയിട്ട്. അത്ര വണ്ടിക്കുറപ്പുണ്ട് അവന്മാര് വരുമോ നോക്കട്ടെ. അണ്ടി വേണ്ട ഉറപ്പുണ്ടാവാൻ. എടാ ഉമ്മാരെ എല്ലാരും മാറിയുന്നേ, എല്ലാവരും മാറി തള്ളല്ലേ മച്ചാനെ. ഇനി അതുപോലെ നേരത്തെ നിന്ന പോലെ അങ്ങ് നിന്നേ. നേരത്തെ നിന്ന് കറക്റ്റ് ആയിട്ട് നിക്കണം. എടാ പൊട്ടക്കണ്ണ നിന്റെ അണ്ണന്മാരാണ് ഉണ്ടാക്കിയത് അവിടെ കിടന്നിട്ട്. പൊട്ടക്കണ്ണ അണ്ണന്മാരെ വെടിവെച്ചോണ്ടിരുന്ന അവിടെ. നമ്മള് വാണിക്കാരോട് ഇങ്ങോട്ട് വെടിവെച്ചത് അണ്ണന്മാരില്ലേ? അപ്പൊ അതിന്റെ സിറ്റുവേഷൻ ഉണ്ടാക്കാൻ പറ്റില്ല ചാറ്റിലോട്ട്. പുതിയ അണ്ണന്മാരെ ഈ കുനിഞ്ഞിരിക്കുന്ന സ്വന്തമായിട്ട് ഒരു ഗ്യാങ് ഹൗസ് ഉണ്ടായിട്ട് ഇവിടെ വന്നിട്ട് കക്കൂസ് എടുക്കണ്ട. അത് എത്ര ഒന്നോ രണ്ടാമതല്ലേ, എത്രാമത്തെ ആളാണ് നമുക്കെന്നെ അറിയില്ല എത്രാമത്തെ ആളാണ്. ഇത്രയും പുതിയ ഗ്യാങ് ആയിട്ട് ഇത്രയും പെട്ടെന്ന് ഇത്രയും ഹോസ്റ്റ് ചെയ്ത് മറ്റേ കക്കൂസ് കഴിപ്പിച്ച ഗ്യാങ്ങുകൾ അവാർഡ് 2 ദിവസം ബിലാല്, 1 ദിവസം ഉസ്മാന്, ഇപ്പൊ 1 ദിവസം അമ്പി. ഷിഫ്റ്റ് മറ്റേ വരാൻ നോക്കട്ടെ എല്ലാരും. എയർ സ്ട്രൈക്ക് വരും. കഷ്ണമൊക്കെ കിടക്കണ അതൊക്കെ പഠിച്ചു കളയടാ, ക്ലീൻ ആക്കടാ. നമ്മള് ഞാനേ അളിയാ ഈ ടെക്നിക്ക് ഇച്ചിരി ബാക്കിലോട്ട് ലൈവ് അല്ലയോ? കൊച്ചു ലൈവാണ്. ഇവനെ കൊണ്ട് ഞാൻ പാട്ട് പഠിപ്പിക്കാം. എടാ അമ്പാരോ അമ്മാരെ കേക്കണ്ടോ? കേക്കട്ടെ പാടട്ടോ, ഞാൻ പറയുന്നവരെ പറഞ്ഞേ. This is dogs on Kandi അല്ല, സോറി കൺട്രി അല്ലടാ, കൺട്രി. ഈ റാംബോ വരും കണ്ടി, റാംബോ ഒന്ന് കൊരച്ചാൽ ഞങ്ങൾ മുള്ളി നിറയും. മൊത്തം പഠിക്കാം. റാംബോ വെറും കണ്ടി ഒന്ന് കുറച്ചാൽ നീ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അവനൊറ്റക്ക് പറഞ്ഞെ ആദ്യം തൊട്ട് പഠിക്കാം. ഈ നിരയും മറ്റേ നിരങ്ങും നോക്കിക്കോട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കിയപ്പോ തെറ്റ് പറ്റിയാണേ. ഡോഗ് സോങ് കൺട്രി, റാംബോ വെറും കൺട്രി. റാംബോ വേടും കണ്ടി ഒന്ന് കൊരച്ചാൽ അടി നിന്റെ കുണ്ടിക്ക് മര്യാദ പടുത്തരോ. ഇത് കേട്ടോ കേട്ടാ, ഇനി പറഞ്ഞിരിക്കില്ല. റാംബോ ഒന്ന് കൊരച്ചാൽ ഞങ്ങൾ മുള്ളി നിരങ്ങും. പഠിക്കും. ഓക്കെ, ഡോഗ്സ് ഓൺ കൺട്രി, റാംബോ വെറും
കണ്ടി എടാ പഠിക്കാൻ വിട്ടപ്പോ പഠിക്കണായിരുന്നു സാഗര ഒരു സെക്കൻഡ്. എടാ നിങ്ങളുടെ 144 അപ്പൊ ഇപ്പഴും ഉണ്ടോ? അതോ പുള്ളിയെ കിക്ക് ചെയ്തോ നിങ്ങള്? ഇറക്കി വിട്ടോ? എടാ ഗ്യാങ്ങിലുണ്ടോ? അയ്യോ പുറത്താക്കിയോ? അയ്യോ നിങ്ങളുടെ വലിയൊരു പഞ്ചായത്ത് പണിത് വെച്ചിട്ടില്ലേ? അതിനകത്ത് കക്കൂസൊന്നുമില്ലേ? ഡെയിലി ഓരോരുത്തർ ഓരോരുത്തർ പഞ്ചായത്തില് അവന്മാർക്ക് കക്കൂസില്ല. അവന്മാർക്ക് ഗ്യാങ്ങിലെ ഓരോ മെമ്പേഴ്സ് ഉണ്ട് പഞ്ചായത്തുകളായിട്ട്. റാംബോ പഞ്ചായത്ത് റാംബോ വേറെ കുറച്ച് പേരൊക്കെ ഉണ്ട്. ആ കിണറിനെയാണ് കൊണ്ടുവച്ചേക്കണത്. പഞ്ചായത്ത് കിണർ ഓരോ പഞ്ചായത്ത് കിണറുള്ള ഗ്യാങ്ങിലാണ് തലപോന്ന അമ്പി കളിക്കോ? ഷെയ്ക്ക് ചെയ്യുന്ന പോലെ ഇവിടെ അമ്പി കളിക്കോ പ്ലീസ്? കേക്കണ്ടോടാ അമ്പാനെ? എടാ നിന്റെ 144p അപ്പാപ്പനെ കുറിച്ച് രണ്ടു വാക്ക് പറഞ്ഞു. അപ്പാപ്പൻ പൊളിയാണ്, സൂപ്പർ. അപ്പാപ്പൻ എന്ത് പളിയാണ്? എന്തൊരു വർത്താനാണ്? എടാ നിന്റെ കൂടെ ഉണ്ടായിരുന്നല്ലോ അപ്പാപ്പൻ പളിയാണ്. അപ്പൊ 144p ഞാൻ സമ്മതിച്ചു. ബ്രോ ബ്രോ കേക്കുന്നുണ്ടോ? ഹലോ അമ്പാനെ എന്താ അമ്പാനെ? രണ്ടടി കൊടുക്കട്ടെ സാഗറെ. മാറിയോ? മഞ്ഞനാണോ? ഒരു മിനിറ്റ് ഞാൻ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ മറന്നു ബ്രോ. MRCന്റെ ഫുൾ ഫോം എന്താ? MRCന്റെ ഫുൾ ഫോം എന്താ ബ്രോ? മാർസലസിന്റെ സ്പെല്ലിംഗ് എങ്ങനെ വരണ്ട അറിയത്തില്ല ബ്രോ, അറിയത്തില്ല. സ്വന്തം ഗ്യാങ്ങിന്റെ സ്പെല്ലിംഗ് അറിയില്ല ബ്രോ. ഹലോ അമ്പാനെ നിന്നെ പർച്ചേസ് ചെയ്താണോ? സ്പെല്ലിംഗ് അറിയില്ല പറഞ്ഞാൽ അതിനും വലിയ നാണക്കേട് അറിയില്ല. കാർലസ് ചേട്ടാ ഒരു മില്ലിയർ രാജ്യത്തെ അമ്പാനെ പർച്ചേസ് ചെയ്താണോ എന്നെ? നിന്റെ പ്രൈസ് ടാഗ് ഒന്ന് കാണിച്ചേ. പ്രൈസ് ടാഗ് കെട്ടിയിട്ടേക്കും നീ. നല്ല 4 പട്ടീനെ മേടിച്ചായിരുന്നേ കൊരച്ചേനെ. അത് അല്ല പറഞ്ഞുണ്ട് ഒരെണ്ണം നന്നായിട്ട് ഉറക്കണ്ടല്ലോ അപ്പുറത്ത്. അത് മതിയോ? അതിനൊക്കെ നല്ലത് കുറച്ചാൽ ഇവനെ മേടിച്ച പൈസക്ക് മേടിച്ചായിരുന്നു. പഠിക്കാൻ വിട്ടപ്പോ പഠിക്കണായിരുന്നു. അല്ലാതെ രാജുബായുടെ മൂട് താങ്ങി നടന്ന ഇങ്ങനെ ഇരിക്കും. രാജുബായിനെ പറയല്ലേ? ചോട്ടാ പേയ്മെന്റ് ആയിട്ടല്ലേ? നാളെ ക്ലാസ് എടുക്കും കേട്ടാ. നാളെ മെർസിലിസിന്റെ ക്ലാസ് എടുക്കും. സ്പെല്ലിംഗ് പഠിപ്പിക്കൽ ക്ലാസ്. അത് നാളത്തെ ലീവ് അതുകൊണ്ടാണ് സ്പെല്ലിംഗ് പഠിപ്പിക്കൽ ക്ലാസ്. നീ കുഴുതുണ്ടോ? അതിന് ഒന്നുകൂടി കുഞ്ഞില്ലേ? ഒന്നുകൂടി ഫ്രണ്ടിൽ ചെന്ന് കുഞ്ഞില്ലേ? ഇല്ല, എനിക്ക് 2 അടി കൊടുക്കണം അവന്. ചൂരുണ്ട് കൊടുക്കത്തില്ലേ? 2 അടി കൊടുത്തേ. അത്രേ ഉള്ളൂ. മച്ചാനെ എന്നെ എന്തിനാ കാണുന്ന പറഞ്ഞ? അതിലേക്ക് നമ്മൾ എത്തിയില്ലല്ലോ. എന്നെ എന്തിനാ കാണുന്ന പറഞ്ഞേ? അമ്പാനെ കേക്കണ്ടോ? മിണ്ടിയില്ലെങ്കിൽ നിന്റെ ഫൈം റീസിറ്റ് ആവുക. നിന്റെ കൂടെ ഉള്ളമാര് പറഞ്ഞ ഫുഡ് മാത്രം ഉണ്ടോ? നാളെ ഇനി സ്പെല്ലിംഗ് പഠിപ്പിക്കൽ ക്ലാസ് ആയിരിക്കും അവർക്ക്. നാളെ ലീവ് അതുകൊണ്ടായിരിക്കും ഇനി.
ഓക്കെ ഓക്കെ സെറ്റ് സെറ്റ്. എടാ ഇത് നീ എവിടെ നിന്നാണ് പിടിക്കുന്നത് ഈ സാധനം? നിങ്ങൾക്ക് സാത്താൻ വ്യക്തപ്പെടുന്ന എവിടെ? മറ്റേ ചൂരല്ലോ ചാന്തി കിട്ടി കൊടുക്കാനായിട്ട് അല്ലേ? കുടുക്കൊക്കെ ഇട്ട് രണ്ട് കൊടുക്കണം അല്ലേ? കുറച്ച് ദിവസം ഒളിവിലൊക്കെ ആയിരുന്നല്ലേ? എല്ലാത്തിനെയും വിളിച്ച് പള്ളി വിളിച്ചിട്ട് ഇറങ്ങിപ്പോയി സാഗർ സാഗർ പുറത്തുണ്ട്, സാഗർ പുറത്തുണ്ട്. തിരിച്ചു കയറേണ്ടി വരും. ഇട്ടിച്ച വെൽക്കം എക്സ്ട്രീം. ഒരു വരവ് വരേണ്ടി വരും ഇട്ടിച്ച. ഞാൻ ഒരു കാര്യം പറയട്ടെ, അംബിഷേക്ക് ഇനി ആവർത്തിക്കുന്നത് അംബിഷേക്കോട് പറയൂ. അംബിഷേക്ക് പറ, അംബിഷേക്ക് പറ, പറഞ്ഞോണ്ട് ഉന്നം പിടിച്ചോളൂ. ഈ അടിച്ച് നീ അടിച്ച് അത് നേരത്തെ നടത്തൊരു സെറ്റപ്പ് അവന് ഈ അടിക്കാൻ പറ്റുന്നില്ല, ബഗ്ഗാണ്, ബഗ്ഗായോണ്ട് അവനെ പകുതി വരെ ഓടിക്കുക, പകുതി ഓടിച്ചിട്ട് പകുതി എഴയിപ്പിക്കണേ. 39 വരെ സമയം, 35 ആയിട്ടുള്ളൂ. മനസ്സിലായോ? ഒരു മിനിറ്റ് വാസ്കോ. ഓക്കെ, അങ്ങനെ പാലുണ്ടല്ലോ, കടലിന്റെ പാലം, അതിന്റെ മേലെ കൂടെ എഴയിപ്പിക്കും. അവനോട് ഇതേപോലെ ഒരു പട്ടി ഫ്രണ്ടിൽ വാസ്കോ ബുള്ളുണ്ടോ ചോദിക്കണോ? പിന്നെ സംസാരിക്കാനേ പോണ്ട, ജസ്റ്റ് വേറൊരു കാര്യം. ഓക്കെ, ഇവനെ വിളിക്ക്, മറ്റേ നമ്മുടെ ബിലാല്, അവന് ബുള്ളല്ലേ, ബിലാല് വേഗം വിളിക്ക്. സ്പീഡോ അഴിവിന്റെ കഥ നമ്മള് കണ്ടത്, അത് വിടറ. മറ്റേ കണ്ടീനെ വിളിക്ക്, പകുതി എഴുപ്പിക്കണേ അവനെ. അവിടുത്തെ എഴുപ്പിച്ചോളാം, മറ്റേ അപ്പുറത്തെ ഇതിൽ അവനെ അവിടെ. ഓക്കെ,